CPM MLA-ക്കെതിരെ ലൈംഗിക ആരോപണ വാർത്ത നിഷേധിച്ച് MLA. ഇന്നലെ ഒരു ദിനപത്രത്തിൽ മറ്റൊരു പത്രത്തിലും വരാത്ത ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ലൈംഗിക ആരോപണ വിവാദം അടങ്ങും മുമ്പെയാണ് മറ്റൊരു MLA-യുടെ പേരിൽ ലൈംഗിക വിവാദ വാർത്ത ആ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഇത് രാഷ്ട്രീയ രംഗത്ത് വലിയ വിവാദമായിരിക്കുകയാണ്. CPM വനിതാ നേതാവിന്റെ വീട്ടിൽ കയറി MLA ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടിയെന്ന തലക്കെട്ടിൽ മെട്രോ വാർത്ത എന്ന ദിനപത്രത്തിന്റെ എറണാകുളം എഡിഷനിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് പുതിയ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. ജില്ലയിലെ ഒരു CPM MLA-യുമായി ബന്ധപ്പെട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. എന്നാൽ ഈ വാർത്തയുമായി തന്റെ പേരിനെ ബന്ധപ്പെടുത്തി വ്യാജ പ്രചാരണം നടത്തുന്നതിനെതിരെ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ രംഗത്തെത്തിയിട്ടുണ്ട്. പേരെടുത്ത് പറയാതെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചതെങ്കിലും വൈപ്പിൻ പറവൂർ മേഖലയിലുള്ളവർക്ക് ഇത് തന്നെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പ്രതികരിച്ചത്. തനിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ നിയമപരമായി നേരിടുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രതിപക്ഷത്തിന്റെ നാണക്കേട് മറയ്ക്കാനുള്ള ശ്രമങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. പറവൂർ സ്വദേശിയായ CK ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുമായി സൈബർ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് MLA ചൂണ്ടിക്കാട്ടുന്നു. പിന്നീട് സമൂഹ മാധ്യമങ്ങളിലും ദിനപത്രങ്ങളിലും ഓൺലൈൻ ചാനലുകളും ഇത് ഏറ്റെടുത്ത് തന്റെ പേരും ചിത്രവും ഉപയോഗിച്ച് വാർത്തകൾ നൽകുകയായിരുന്നുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. UDF-നുണ്ടായ രാഷ്ട്രീയ തിരിച്ചടികളും സമീപകാല സംഭവങ്ങളും ന്യായീകരിക്കാനുള്ള ആസൂത്രിത നീക്കമായാണ് ഇതിനെ കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു മുൻ ഇടതുപക്ഷ അനുഭാവിയായ ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ പോലും ദൃക്സാക്ഷിയെപ്പോലെ ഇത് വിവരിച്ചത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും MLA കൂട്ടിച്ചേർത്തു. പൊതുപ്രവർത്തനത്തിലൂടെയാണ് താൻ ഈ നിലയിലെത്തിയതെന്നും തന്റെ വ്യക്തിപരമായ ചരിത്രം ആർക്കും പരിശോധിക്കാമെന്നും അദ്ദേഹം പറയുന്നു. കാലവും ചരിത്രവും സത്യം തെളിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CK ഗോപാലകൃഷ്ണൻ കോൺഗ്രസുകാരനാണെന്ന് മനസ്സിലായി എന്നും MLA പറയുന്നു. പറവൂർ പോലൊരു സ്ഥലത്ത് ഇങ്ങനെ നടന്നാൽ നാട്ടുകാർ അറിയേണ്ടേ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഈ പറയുന്ന ദിവസം ടൂറിസം വാരാഘോഷം കടമക്കുടിയിൽ നടന്നിരുന്നു. ആ സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ആസൂത്രിത ശ്രമമെന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രചരണത്തിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് MLA-യുടെ നീക്കം.